ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുകയല്ല. കർത്താവുമായിട്ട് റിലേഷനിൽ നമ്മൾ ഓക്കെ ആണെന്ന് അറിയണം. ഉടമ്പടി നിങ്ങളെ ഓക്കെ ആക്കും. എന്താ കാര്യം? ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവമായിട്ടുള്ള റിലേഷൻ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കരം ഗ്രഹിച്ച് പോകുന്ന രീതിയിലാണ് ആ ഉടമ്പടിയുടെ ഡിസൈൻ ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമല്ല. നിങ്ങളത് നിങ്ങളുടെ രീതി കൊണ്ടും ചുരുക്കിയിട്ട് ചുമ്മാ പിച്ചുമ്പേയും പറഞ്ഞ പോലെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ അതിന് പകരം കർണക്കൊന്ത ചൊല്ലി കുളമാക്കിയെടുക്കരുത്. അങ്ങനെ ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത്. ഉടമ്പടിയുടെ രീതി തന്നെ ഒരു കേവലമായ ക്രിസ്ത്യാനി സാധാരണ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉടമ്പടിയിലുള്ള, എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. അത് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരമാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴേ അക്രൈസ്തരായ സഹോദരങ്ങളും മനുഷ്യരെ സ്നേഹിച്ചും രോഗികളെ കാണാൻ പോയും അതുപോലെ തന്നെ ഇല്ലാത്തവരുമായിട്ട് ഉള്ളവർ പങ്കുവെച്ചും അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരു സമൂഹം, ഉടമ്പടി സമൂഹം ലോകത്ത് മുഴുവൻ പുളിമാവ് പോലെ പുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദൈവിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. കൈയടിച്ച് കർത്താവിനെ അഭിഷേകം ചെയ്യണമേ. ആത്മനാഥനേശുവേ ആരാധന ആരാധന സ്നേഹരാജനേശുവേ. എല്ലാവരും എഴുന്നേൽക്കുക. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വികാരണത്തിൽ എഴുന്നേറ്റിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ, ഉടമ്പടി നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉടമ്പടി നിബന്ധനകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും പരിശുദ്ധമ്മേ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥനായി ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വേദനപ്പെടുന്നവരെ, ഇന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ഈ ആഴ്ചയിലെ വ്യത്യസ്തമായ ഉത്തരവാദിത്തമുള്ളവരെ, ബാങ്കിൽ പോകുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ ഓപ്പറേഷന് പോകുന്ന രോഗികളെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നവരെ, കോടതി പോകുന്നവരെ, വസ്തു അളക്കുന്നവരെ, പുര പണിയുന്നതിനായ വ്യായാമങ്ങളിലെ വ്യത്യസ്തമായ വിഷയങ്ങളിലെ ഏർപ്പെട്ടിരിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, മക്കൾക്ക് രോഗമായവരെ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരെ, ഗർഭിണികള്, ഗർഭസ്ഥമായ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന ആഘോഷം നിശ്ചയിച്ചിരിക്കുന്നവരെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരെ, ഗർഭത്തെ അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഹാർട്ട്ബീറ്റില്ലാത്ത കുഞ്ഞുങ്ങളെ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോൾ ഏറ്റെടുക്കണമേ. പിസിഒഡി രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. സിസ്റ്റ് രോഗികളെ, ശരീരത്തിലെ സിസ്റ്റുള്ളവരെ, ഗർഭാശയത്തിലെ, കരളിലെ ആന്തരിക അവയവങ്ങളിലെ സിസ്റ്റുള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന മാരക രോഗങ്ങളെ നാമത്തിൽ വിട്ടുമാറട്ടെ. മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളെ സദയം തുടരേ സുഖമായി അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം.
ഓരോ വിഷയങ്ങളെയും നമ്മൾ കൊണ്ടുവരിക. മനസ്സിടിഞ്ഞു പോയ അനേകം മക്കളുണ്ട്, വീട് ജപ്തി ചെയ്തവരുണ്ട്, അവർ താമസിക്കുന്ന അവർ ജോലി ചെയ്യുന്ന കെട്ടിടം ജപ്തി ചെയ്തവർ, വ്യവസായശാലകൾ വ്യാപാരശാലകൾ ജപ്തി ചെയ്തു പോയവരുണ്ട്. അതെല്ലാം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോ അത് ചെയ്തു കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഉറുമ്പ് പോലെ നീണ്ടുപോകുന്ന, നിഴഞ്ഞു പോകുന്ന, വളരെ ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു മുന്നേറ്റമില്ലാത്ത മരവിച്ചു പോയ വിഷയങ്ങൾ, നിന്നുപോയ വിഷയങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യവസായശാലകൾ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യവസായശാല നിന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാനോ വസ്തു വിൽക്കാനോ ആഗ്രഹം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശ ജോലികളും തീർന്നു പോയവരും, നഷ്ടപ്പെട്ടവരും, നാട്ടിൽ ജോലി ഇല്ലാത്തവരും, പലതരത്തിലുള്ള കുടുംബ കലഹങ്ങളിലും പ്രശ്നങ്ങളിലും കോടതികളിലും കുടുംബ കോടതികളിലും വിവാഹ മോചനങ്ങളിലുമൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ മേഖലയെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റു തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ തൊഴിൽ നിന്നുപോയവർ, തൊഴിലെടുക്കാൻ പാടില്ലാത്തവർ, അപകടപ്പെട്ട് കിടക്കുന്നവർ, രോഗം വന്ന് തൊഴിൽ നിന്നുപോയവർ, തൊഴിലിൽ മറ്റുള്ളവർ കൈയടത്തിയിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിച്ച് നട്ടം തിരിയുന്നവരിൽ ദൈവികമായ കൃപ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസയുടെ കാലാവധി തീരാൻ പോയിട്ടും ജോലി കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസിറ്റിന് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം അവരേക്ക് ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സാക്ഷ്യം പറയാൻ അവരെ സഹായിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് അവരുടെ കണ്ണുനീര് ഏറ്റെടുക്കട്ടെ. ശ്രുതിക്കട്ടെ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. ഹൃദയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പാൻക്രിയാസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്പോണ്ടിലോസിസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്പൈനൽ കോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലയിലെ രക്തം കട്ടുപിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാൽവിൽ ദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാൽവ് ബ്ലോക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രൊഫഷണൽ പരീക്ഷ എഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രൊഫഷണൽ എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇച്ഛാഭംഗം ഉണ്ടാകാതെ അവരൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ പ്രൊഫഷൻ ക്രമീകരിക്കുവാനും അവരുടെ ഉപരി പഠനങ്ങൾ ക്രമീകരിക്കുവാനും മാതാവിന്റെ മധ്യസ്ഥ യേശുനാമത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ശ്രുതിക്കട്ടെ. സാക്ഷ്യം പറയുവാൻ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. കൈകൾ കൂപ്പി ഭക്തിയോടെ മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വയറ് നിറഞ്ഞവർ, വയറ് മെത്തിപ്പോയവർ, വയറിൽ വെള്ളം നിറയുന്നവർ കരൾ രോഗികളാണ്.
അവർ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. മൂക്കിൽ ദശ പടരുന്നവരും മൂക്ക് വിടർന്നു വരുന്നവരും മൂക്ക് അറ്റം വിടർന്നിരിക്കുന്നു, അകത്ത് ചുരുങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, പിരികം വരെ കൊഴിഞ്ഞു പോകുന്നവർ, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള വൈരാഗ്യങ്ങൾ, വഴക്കുകൾ ഇപ്പോഴും നീണ്ടു നിൽക്കുന്നവരെ കർത്താവ് സമാധാനത്തേക്ക് വിളിക്കുന്നുണ്ട്. കരടിനും കഴുത്തിന് വേദനയുള്ളവർ, കഴുത്തിന് മുഴയുള്ളവർ, സ്പോണ്ടിലോസ് രോഗികളും ക്യാൻസറുകൾ, കഴുത്തിന് ക്യാൻസർ രോഗമുള്ളവർ, അതുപോലെ കഴുത്ത് പൊക്കാൻ പറ്റാത്തവർ, കഴുത്ത് പൊക്കുമ്പോൾ ഞരമ്പ് വരിഞ്ഞു പിടിക്കുന്നവരെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുന്ന സാക്ഷ്യമുണ്ട്. കണ്ണിടെ കൈ അടിച്ച് കർത്താവ് വിട്ടിരിക്കുന്ന അസ്ഥികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈയുടെ അസ്ഥിയാണ്, കാലിൻ്റെ അസ്ഥിയാണ്. കൈയുടെ അസ്ഥിയാണ് ഈശോ കാണിക്കുന്നത്. വിട്ടിരിക്കുന്ന അസ്ഥിയാണ്. അസ്ഥിക്കുഴകളിൽ ദ്രവിപ്പുണ്ട്, അസ്ഥിക്കുഴകളിൽ കറുത്ത പാടുകളുണ്ട്. ഈ അസ്ഥിക്കുഴലുണ്ടാകുന്ന വേദനകളെയും സന്ധിപ്പുകളെയും ദ്രവിപ്പുകളെയും യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ കൂടിയിട്ട് അസ്ഥികൾ സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയിട്ടിച്ച് കർത്താവ് സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടയിൽ നിന്നുകൊണ്ട് സമാപനാശീർവാദത്തിനിടെ ഒരുങ്ങുക. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈശോ രഹസ്യമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സ്വകാര്യ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛനത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ അമ്മ ഈ നിമിഷം നിൻ്റെ വിഷയത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നിനക്ക് സാക്ഷ്യം പറയാൻ അവസരം നൽകുകയും ചെയ്യും. ശരീരം പൊട്ടുന്നവരെ, ശരീരത്തിൽ വെള്ളപ്പാണ്ടുള്ളവരെ, ശരീരത്തിൽ എരിച്ചിലും പൊരിച്ചിലും ഉള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാല് തളർന്നു കിടക്കുന്നവർ, അരക്കെട്ട് തളർന്നു പോയവർ, കൈ തളർന്നു പോയവർ, ജോലി എടുക്കാൻ പറ്റാത്തവർ കർത്താവിനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. സാമ്പത്തിക ബാധ്യതയുള്ളവരെ, പണം കൊടുക്കാനുള്ളവർ, പണം കിട്ടാനുള്ളവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വാടകയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വസ്തു വിറ്റ് മറ്റു സ്ഥലങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദൂര സംസ്ഥാനം കിടക്കുന്ന വസ്തു വിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സദയം തുടേണേ ഇരിക്കുക, ശാന്തമായിരിക്കുക. സമാപന ആശീർവാദമാണ്. അതും അറിയിപ്പുകൾ. എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടായിരിക്കും. ഉടമ്പടി എടുക്കാനും പുതുക്കാനും എല്ലാ ദിവസവും അവസരമുണ്ട്. നമുക്ക് 3 ഷെഡ്യൂളാണ് ഉള്ളത്. രാവിലെ 7 മണിക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ, ഉടമ്പടി പുതുക്കാനുള്ളവരും എടുക്കാനുള്ളവരും. സെക്കൻഡ് ഷെഡ്യൂൾ 10:30 മണിക്ക്, 10-നും 10:30 ഇടയ്ക്ക്. തേർഡ് ഷെഡ്യൂൾ 2 മണിക്ക്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണത്തില്ല, പക്ഷെ ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. നമ്മുടെ ഉടമ്പടി പോളിസി അനുസരിച്ച് എല്ലാവരെയും കാണുമെന്നാണ്. എല്ലാവരെയും കാണാം, പക്ഷെ വിഷയം സീരിയസ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വിഷയം സീരിയസ് ആയിരിക്കണം. കാരണം അൾട്രാ സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എമർജൻസി, ഹൈ അർജൻസി ആയിട്ടുള്ള വിഷയങ്ങളാണ് ആദ്യം കാണുന്നത്. പിന്നെ ചില ആൾക്കാരെ ഒരു മണ്ടപരിപാടി കാണിക്കുന്നുണ്ട്. അച്ഛനെ കാണാൻ വൈകുന്നെന്ന് വിചാരിച്ചാൽ ഉടമ്പടി ഉഴപ്പിപ്പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഉടമ്പടി അല്ലാഞ്ഞ പ്രാധാന്യം അച്ഛനെ കാണുകയാണ് പ്രാധാന്യം, അല്ലേ? അപ്പോഴേ കള്ളൻ വെള്ളിയും പുറത്തായില്ലേ? നീ ഉടമ്പടി എടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? അച്ഛനെ കാണാനാണ്, അല്ലേ? അപ്പോൾ ഉടമ്പടിക്കും ദൈവത്തിനും ദൈവത്തിലുള്ള ജീവിതത്തിനും ഒരു പ്രാധാന്യമില്ല, വയറ്റിപ്പഴപ്പ് മാത്രം പ്രാധാന്യം. അങ്ങനെയുള്ളവൻ എവിടെ പോലും ഇത് പിടിക്കത്തില്ല, ഉറപ്പല്ലേ? ദൈവത്തിന് മുമ്പ് നീ പിടികൊടുത്തില്ലേ? അച്ഛനെ കാണുന്ന വിഷയമാക്കരുത്, ദൈവത്തിനെ കാണുന്ന വിഷയമാക്കണം ഇത്. എന്നിട്ട് ദൈവികമായ കാര്യങ്ങൾ അച്ഛൻ പറയണ കൃത്യമായിട്ട് അച്ചിട്ടായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ചുറ്റുമാത്രമല്ല, നമ്മുടെ ചുഴന്ന് സാക്ഷ്യങ്ങളാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് മേലെ ദൈവിക തീരുമാനം ഉണ്ടാകും, പക്ഷേ നിങ്ങൾ അതിൻ്റെ ഉടമ്പടിയുടെ സത്യസന്ധമായിട്ട് അതിൽ നിലനിൽക്കുക.
പിന്നെ എമർജൻസി വിഷയം വന്നാൽ തീർച്ചയായിട്ടും ആ പേപ്പർ കാണിച്ചാൽ മതി. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. ഇന്നാണ് ഉടമ്പെടുക്കാൻ വന്ന് വിചാരിച്ചോ, ആ ദിവസം ഉടമ്പെടുക്കാൻ വന്ന ദിവസമാണ്, അന്ന ദിവസമാണ് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെങ്കിൽ അന്ന് തന്നെ കാണും. നമ്മൾ ആളെ നോക്കി കാണത്തില്ല. ഇതിൻ്റെ വേറെ ഗ്രേഡ് ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരെ റെക്കമെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. റെക്കമെൻഡ് ചെയ്തതിൻ്റെ കാര്യമില്ല. നിങ്ങൾ ആളെ നോക്കി കാണത്തില്ല. ആളുടെ ക്വാളിറ്റിയോ ഒന്നും നോക്കി കാണത്തില്ല. വിഷയമാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, അച്ഛൻ കാണും. നിങ്ങൾക്ക് ജപ്തി നടപടിയുണ്ട്, അച്ഛൻ കാണും. നിങ്ങളുടെ കുടുംബജീവിതം തകർന്നിരിക്കണം, തീർച്ചയായിട്ടും കാണിരിക്കും. അവിടെ ആളിനല്ല പ്രശ്നം. നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഇവിടെ ഞാനും ഈ സ്റ്റാഫും തമ്മിലൊക്കെ ചില സമയത്ത് യുദ്ധം ഉണ്ടാവും. എന്താ കാര്യം, അവരിവിടെ സ്ഥിരം ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ബന്ധുക്കൾ അളിയന്മാരൊക്കെ വരുമ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് കൊടുക്കും കാണാൻ വേണ്ടി. പക്ഷേ മാനേജർ അംഗീകരിക്കത്തില്ല. അവരുടെ ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷേ അംഗീകരിക്കത്തില്ല. ഞങ്ങൾ കാരണം പോളിസി മാറ്ററാണ്. ബന്ധവും സ്വന്തമൊന്നും അല്ല പ്രശ്നം, നിങ്ങൾക്ക് വിഷയമാണ് പ്രശ്നം. ഉടമ്പടി എടുത്താൽ തീരാത്ത ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ അവർക്ക് ഓപ്പറേഷനാണ്, മറ്റന്നാൾ ജപ്തിയാണ്, അല്ലെങ്കിൽ നാളെ പരീക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബ്ലെസ്സിങ് അവർക്ക് കൊടുക്കാൻ അവർക്ക് അർഹതയാണ് അവർക്ക്. കാര്യം നാളെ പരീക്ഷ കഴിഞ്ഞിട്ട് ആശ്രയിച്ചൊരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് ആശ്രദിക്കണം. അതുകൊണ്ട് ഞാനത് കാണും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 200 പിള്ളേരെ കാണുമോ, ഇവിടെ നിന്നുകൊണ്ട് 200 പിള്ളേർ ഓരോരുത്തരെയും കാണുന്നത് ഞാൻ ഓരോരുത്തരെയും കണ്ട് 200 പിള്ളേരെ കൂട്ടത്തിൽ തന്നെ പിന്നെ പോയിട്ട് വേറെ കണ്ടത്. അപ്പോൾ എല്ലാവരും അല്ലാതെ ഇങ്ങനെ കട അടച്ചിട്ട് വെടിവെച്ച് തളിക്കുകയൊന്നുമല്ല. ഓരോ വ്യക്തിയെടുത്ത് 3 പ്രാവശ്യം വെച്ച് പ്രാർത്ഥിക്കും. ഒരു വ്യക്തിയെടുത്ത് എന്തിനാണ് 3 പ്രാവശ്യം പ്രാർത്ഥിക്കണത്? സൈത്ത് പൂശി പ്രാർത്ഥിക്കും, കാശിനും കൊടുത്ത് പ്രാർത്ഥിക്കും, കൈവച്ച് പ്രാർത്ഥിക്കും. എന്തിനാണ് പ്രാർത്ഥിക്കണത്? അവളല്ലെങ്കിൽ അവനെ രക്ഷപ്പെട്ട ആ കുടുംബം രക്ഷപ്പെടും. അതാണ് പ്രശ്നം. കുടുംബം രക്ഷപ്പെടാൻ നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ച് മാതാപിതാക്കൾ കണ്ണീരിട്ടതും ഉറക്കം നിന്നതിനൊക്കെ ഒരു വില ഉണ്ടാകത്തില്ലേ? അതാണ് വിഷയം. വേറെ ഒരു വിഷയമില്ല. കാര്യം ഞാനും കാഞ്ഞു പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നതാണ്. മാതാപിതാക്കന്മാരുടെ വേദന ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. എൻ്റെ വീട് ജപ്തിയായി പോയ വീടാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ത് നിങ്ങൾ പറഞ്ഞാലും മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയമില്ല, ഹൈ എമർജൻസി വിഷയങ്ങളെല്ലാം കാണുന്നത്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവില്ല, അമ്മ അത് അംഗീകരിക്കും, സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. പക്ഷേ നിങ്ങളതിൻ്റെ അകത്ത് ഉടയപ്പ് കാണിച്ച് ആരെങ്കിലും ബന്ധവും സ്വന്തമൊക്കെ കാണിച്ചിട്ട് ആരെങ്കിലും വഴി കയറി വരാൻ നോക്കരുത്. ദൈവം നിങ്ങൾ ആരെ റെക്കമെൻഡ് ചെയ്താലും തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ. അപ്പോൾ ഉടമ്പടി വൃത്തിയായിട്ട് എടുക്കുന്നവരാരും തിരക്ക് കൂട്ടത്തില്ല. അവർ പറയും ഇത് 5 കൊല്ലം ഉടമ്പടി എടുത്തിട്ട് ഇന്നുവരെ അച്ഛൻ കാണാത്ത ആൾക്കാരില്ലേ. 5 കൊല്ലം ഉടമ്പടി എടുത്തിട്ട് അവരുടെ കയ്യിരിക്കുന്ന ഇത് സിൽവർ ഗ്രേ ഉടമ്പടിയാണ്. അച്ഛനെ കാണാമെന്ന് മാനേജർ ചോദിക്കും. വേണ്ട, കർത്താവ് ഞങ്ങളെ കാണുന്നുണ്ട്, പിന്നെ എന്തിനാണ് അച്ഛനെ കാണുന്നത്? അതാണ് സംഭവം. അച്ഛനെ കാണുമെന്ന് പറയണത് പൊട്ട ക്രിസ്ത്യാനിയാണ് ശരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിന് ധൃതി കൂട്ടുന്നവർ കാണുന്നവരിപ്പോൾ ക്യാൻസർ രോഗികളെ കാണും, കിഡ്നി രോഗികളെ കാണും. അതുപോലെ തന്നെ വേറെ എന്ത് എമർജൻസി മാരകമായ എന്ത് വിഷയമായാലും ആ വ്യക്തിയെ കണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അത് രാവിലെയും വൈകിട്ടും കാണും, ഉച്ച കഴിഞ്ഞും കാണും. രാവിലെ കാണുന്ന 11 മണി തൊട്ട് 1 മണി വരെ കാണും. പിന്നെ 2:30 മണി തൊട്ട് 4 മണി, 4:30, 5 മണി വരെ കാണും. ആളുള്ളതനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കും. അവിടുന്ന് ചുറ്റി കിട്ടണ. അപ്പം നിങ്ങൾ വരുമ്പോഴപ്പം നോക്കേണ്ട രേഖ കയ്യിലുണ്ടാകണം. നിങ്ങൾ പറയുന്ന സീരിയസ്നെസ്സിൻ്റെ രേഖ ഉണ്ടാകണം. അതുണ്ടായിക്കഴിഞ്ഞാൽ ഉടമ്പടി സ്റ്റാറ്റസ് നോക്കും. പണ്ട് ആൾക്കാർക്ക് പറ്റണമെങ്കിൽ അല്പപരമാണെങ്കിൽ അറിയാവാ. പണ്ട് ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടേച്ചും പോകും. പിന്നീട് വിഷയം ഉണ്ടാകുമ്പോൾ ആ പഴയ ഉടമ്പടി കൊണ്ടുവന്നാൽ കാണത്തില്ല. കാര്യം ഇത്രയും നാളെ എവിടെ പോയെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഉടമ്പടി പുതുക്കാൻ പറയും. പണ്ട് ഉടമ്പടിയിൽ ബ്രേക്ക് വന്ന ക്യാൻസലാക്കി കളയാറ്. ഇപ്പോൾ ക്യാൻസലാക്കത്തില്ല. നിങ്ങൾ ഒരു മാസം ഉടമ്പടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഓഫീസിൽ നിന്ന് പറയും മക്കൾ വിഷമിക്കണ്ടേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമല്ലോ, ചിലവല്ല മരണമാ രോഗമാകാൻ. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ പറയും. പുതുക്കി കുറേ നാൾ കഴിയുമ്പോൾ 10-15 ദിവസം കഴിയുമ്പോൾ കാണാനുള്ള ചീട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വരുന്നത് അച്ഛനുണ്ടോ ഇല്ലയെന്ന് ഇപ്പം തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി, ശനി ഈ ദിവസം 5 ദിവസം അച്ഛൻ ഇവിടെ ഉണ്ടോ എന്നൊന്ന് വിളിക്കണം. ചിലർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്പർ കിട്ടണില്ല, വിളിച്ചിട്ട് കിട്ടണില്ല. ഇവിടെ ഫോണിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ അത് പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ചാൽ കിട്ടും. 9447285400 ആണ് നമ്പർ. ആ നമ്പർ വിളിച്ചാൽ കിട്ടും. ഒന്നാമത്തേത് ചോറൂട്ടലിൻ്റെ ശുശ്രൂഷ കർമ്മം നടക്കുന്നത്. ആദ്യം ചോറൂട്ടലിനെ കുഞ്ഞുങ്ങളെ ചോറൂട്ടണം. അപ്പോൾ ചോറൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ മാതാപിതാക്കന്മാരെ ഉടമ്പടി എടുത്തവരായിരിക്കണം. അപ്പനും അമ്മയുമാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ അപ്പൻ ഇവിടെ നാട്ടിലില്ലെങ്കിൽ അമ്മയെങ്കിലും ഉടമ്പടി എടുത്തിരിക്കണം. അപ്പാപ്പനെ ഉടമ്പടി എടുത്തുകൊണ്ട് വരരുത്, ഓടിച്ചിട്ട് വിടുന്നത്. കൊച്ചിനെയും കൊണ്ട് ഓടിച്ചിരും. കാര്യം നമുക്ക് വേണ്ടത് ആ കുടുംബത്തെ, ഇതൊരു ആ കുഞ്ഞിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും അവരാണ് ഉടമ്പടി ദൈവത്തിൻ്റെ ഭാഗമായി വരേണ്ടത്. ആ ചീട്ട് കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ചീട്ട് നമ്പർ കിട്ടും, ആ ഓഫീസിൽ നമ്പർ കിട്ടും. ഇതിന് കാത്തുകെട്ട് നിൽക്കരുത്, മര്യാദക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇനി കാത്തുകെട്ടുന്ന വിഷം തള്ളി കഴിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പോൾ 4 മണിക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം കുഞ്ഞിൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ട് ചോറൂട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുത്ത് തുടങ്ങണത്, ആദ്യ അക്ഷരം കുറിക്കണത്. അത് ഒരു 4 മണിയാകാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഉടമ്പടി എടുത്ത് റെഡിയായി നിൽക്കുക.
ആ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ വരാൻ പാടുള്ളൂ കേട്ടോ. അച്ഛൻ്റെ അടുത്ത് വരണത് ആ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ, വേറെ ആരും വരരുത്. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ അകലയിൽ നിന്ന് എടുത്തോ. പക്ഷേ എന്നിട്ട് ഇവിടെ വന്നിട്ടും പിന്നെ ആൻറ്റിയും ആ നാത്തൂനൊക്കെ വന്ന് കുഞ്ഞിൻ്റെ ഇവിടെ മുട്ട് കുത്തിയിട്ട് പിന്നെ അവിടെ മകളെ കെട്ടിക്കണം, വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് പോകും. നിങ്ങൾ അമ്മയെടുത്ത് പറഞ്ഞിട്ട് പോകും. അതൊക്കെ അത് കാര്യം അത് ആ സമയത്ത് അത് മാത്രമല്ലേ നടക്കത്തുള്ളൂ. ശ്രദ്ധിക്കണം. കാര്യം മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കും, കാത്തു നിൽക്കുന്നവർ. അതാണ് പ്രശ്നം. നിങ്ങളെ കുടുംബകാര്യം പറയണമെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ കുശിക്കാൻ തുടങ്ങും. അപ്പോൾ അവരുടെ അരുവിയും പോകും, നിങ്ങളുടെ അരുവിയും പോകും. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്ത സത്താനെ അവസരം കൊടുക്കരുത്. മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസ് പയസ് അസോസിയേഷൻ ആർക്കെങ്കിലും കൃപാസനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിങ്ങളുടെ ബയോഡേറ്റ കൊടുത്താൽ മതി. കൃപാസനത്തിൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആൾക്കാർ പൈസ വാങ്ങിക്കുന്ന തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കാർക്കും പങ്കില്ല. നിങ്ങളുടെ പൈസ കൊടുത്തേക്കത് കള്ളത്തരമാണ്. ലോകത്ത് എവിടെയിരുന്നു അമ്മയുടെ മുമ്പിൽ തിരി തെളിച്ച് പ്രാർത്ഥിക്കുവാൻ www.kripasanamarianshrine.com അതാണ് ലെറ്റക്കാൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഓൺലൈൻ ഉടമ്പടിയും. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് FRVP ജോസഫ് കൃപാസനം ഒഫീഷ്യലാണ്. കാര്യം കുറേ പേര് അവരുടെ സ്വന്തം ചാനൽ ചെയ്തിട്ടുണ്ട് കൃപാസനം. നമ്മുടെ കൃപാസനത്തിൻ്റെ അല്ല, അവർ കൃപാസനമാണ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അത് നമ്മുടെ സ്വന്തമല്ല, അവരുടേതാണ്. കൃപാസനത്തിൻ്റെ ഒറ്റ യൂട്യൂബ് ചാനലേ ഉള്ളൂ, FRVP ജോസഫ് കൃപാസനം. പിന്നെ മീഡിയ വൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുക്കാര്യങ്ങളുടെ ഒരു ചാനലുണ്ട്. അതും കൃപാസനം മീഡിയ വൈറ്റ് ഒഫീഷ്യലെന്ന്. കൃപാസനം പത്രം 14 ഭാഷയിൽ ലഭ്യമാണ്, എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് മേടിക്കുക. അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അകലെയുള്ള തീർത്ഥാടകർ ആ മുറി സ്വന്തമാക്കണം, നല്ലതാണ്. 4 ദിവസം ഫ്രീ ആയിട്ട് കിട്ടും, 5 വർഷത്തേക്ക് കിട്ടും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫീസുമായി ഡിസ്കസ് ചെയ്യുക. 9447696815. സമാപനാശീർവാദം മുട്ടനിക്കുക. ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരണി അൾത്താരയിൽ സമർപ്പിച്ച് ഈ ആരാധനയുടെ യോഗ്യതയാൽ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ